24 TTS സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. ഏതാനും നിമിഷത്തിനകം 24 TTS സ്റ്റുഡിയോ സജീവമാകും. അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. വെൽക്കം. അപ്പോൾ ഇത് ഈ കലോത്സവത്തിലെ മുഖ്യ അതിഥിയായിട്ട് ഇപ്പോൾ പങ്കെടുത്തു അല്ലേ? കലോത്സവ ഓർമ്മകളൊക്കെ ഒരുപാട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഉണ്ട്. എന്താണ് ആ ഓർമ്മകളൊക്കെ പെട്ടെന്നൊന്ന് പങ്കുവെച്ചാൽ? പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഓർമ്മകൾ എന്ന് പറയാനല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിരുന്നിടത്തോളം കാലം കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എല്ലാ കലോത്സവങ്ങളും ഓർമ്മയാണ്, എല്ലാം ബാക്ക് സ്റ്റേജ് ഓർമ്മകളാണ്. ഒരുപാട് രാത്രികളോളം കാത്തിരുന്ന് പെർഫോം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എല്ലാം. അതൊക്കെ കഴിഞ്ഞാണ് ഇന്നിപ്പോൾ ഈ കലോത്സവത്തിലെ മുഖ്യ അതിഥിയായിട്ട് നിഖില പങ്കെടുത്തത്. അതെ. അപ്പോൾ വലിയ അഭിമാനമുണ്ട്. നല്ല അഭിമാനമുണ്ട്. അതിലിപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഇതൊരു മാത്സര്യ ബോധത്തോടെ കാണരുത്, പോയിന്റിനുള്ള മാർഗം മാത്രമാക്കി കാണരുത്, കലയെ മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിഖിലയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അത്തരം കാര്യങ്ങൾ എന്താണ് ഈ കുട്ടികളോടൊക്കെ പറയും? ഇപ്പോൾ നമുക്ക് തൊട്ട് പിറകിലൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറയാൻ എന്താണുള്ളത്? ഇല്ല, എനിക്കും അതേ കാര്യമാണ്. ഇതൊരു നിങ്ങളുടെ ഒരു സർഗാത്മിക വാസനകളെ ഇങ്ങനെ പരിപോഷിക്കാനുള്ളൊരു വേദിയാണിത്. നമുക്ക് നമ്മളുടെ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങളതിനെ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്താനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത്, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസാണ്. അപ്പോൾ അതിനെ അങ്ങനെ കാണുക, അതൊരു മത്സര ബുദ്ധിയോടെ കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലോത്സവമാണ്. അപ്പം നമ്മൾ ഏറ്റവും ഗിന്നസ് റെക്കോർഡൊക്കെ ഉള്ളൊരു കലോത്സവമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾക്കൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇരിക്കുന്ന സ്കൂളിൽ എല്ലാവർക്കും നമ്മൾ പങ്കെടുക്കുന്നത് പോലെ വന്നിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമാണ്. ആ അവസരം യൂസ് ചെയ്യുക, അതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഇതൊരു മത്സരത്തിൽ പോയിന്റ് കിട്ടാനുള്ളൊരു കാര്യം മാത്രമാക്കി കാണാതെ കലയെ നമ്മൾ മുറുകെ പിടിക്കുക അല്ലേ? കലാവാസനയുള്ള സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. ഇപ്പം ഗ്രേസ് മാർക്ക് ആണല്ലോ. അപ്പം ഗ്രേസ് മാർക്കിന് അപ്പം എനിക്ക് തോന്നുന്നു എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പം അന്നുണ്ടായിരുന്നു, ഇപ്പം ഞാനൊക്കെ മത്സരിക്കുന്നതിന് മുന്നേ ഒക്കെ എൻ്റെ അമ്മയുടെ സ്റ്റുഡൻസ് ഒക്കെ മത്സരിക്കുന്ന സമയത്ത് ഈ ഫസ്റ്റും സെക്കൻഡും തേർഡിനും വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പം ഗ്രേസ് മാർക്കിലേക്ക് അത് മാറിയപ്പം കുറേയും കൂടി ഒരു ഫ്രണ്ട്ലി ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, കലാതിലകം കലാപ്രതിഭയൊക്കെ എടുത്തു കളഞ്ഞല്ലോ. അപ്പം അതിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ ഈ പറയുന്നത് പോലെ വല്ലാത്തൊരു കോമ്പറ്റീഷൻ, ഒരു സ്പിരിറ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. എല്ലാവരും ഇത് നമുക്ക് വാശിയേറിയ മത്സരമാണ്, ഇത് നമുക്ക് ഇങ്ങനെ പങ്കെടുത്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്നയാളെ തോൽപ്പിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വേദിയാണ്. ഒരാൾക്കോ രണ്ടാൾക്കോ ഉള്ള വേദിയല്ല, എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു വേദിയാണ്. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ ഇവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നിഖില, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ 24ന്റെ TTS സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. TTS സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്നതാണ്. നമ്മുടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരെയും നമ്മുടെ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ കാക്കനാട്ടെ ഫ്ലോറിൽ കൊണ്ടെത്തിക്കാം. അപ്പം നമ്മളിവിടെ കൊല്ലത്ത് നിൽക്കുന്നു, പക്ഷേ ഈ TTS സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത നിമിഷം നോക്കുമ്പോൾ അവിടുത്തെ ഫ്ലോറിൽ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സാങ്കേതിക വിദ്യ. മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചത് 24 ആണ്, 2018. അപ്പോൾ അങ്ങനെ എല്ലാ കലോത്സവത്തിനും അതിനുശേഷം വന്ന കാസർഗോഡ് കലോത്സവം, കോഴിക്കോട് കലോത്സവം, പിന്നെ ഈ 3 കലോത്സവത്തിൽ നമ്മൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. മത്സരാർത്ഥികളെയൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കുകയും അവരുടെ പെർഫോമൻസ് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുകയാണ് നിഖില. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നിഖിലയെ ഇതിനു വേണ്ടി ക്ഷണിക്കുന്നു. Please come. അപ്പോൾ നിഖില ആദ്യം അഭിനയിച്ചത് എനിക്കൊന്ന് ഭാഗ്യദേവത എന്നുള്ള ചിത്രത്തിലെ ഒരു ബാലനടിയായിട്ടല്ലേ? അതിനുശേഷം 24 ലവ് 24/7, ഞങ്ങളുടെ ചാനലിൻ്റെ പേര് 24 എന്നാണ്. ആ സിനിമയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും വലിയ ഒരു നടി എന്ന തരത്തിലേക്ക് വന്നതും.
ഈ അതിൽ വാർത്ത വായിക്കാൻ അന്ന് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് ആ ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്താണ് നിഖിൽ അവിടെ ആങ്കറിങ്ങിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ വന്നത്, ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഇങ്ങനെ യാത്രയാണ് അല്ലേ, ഒരുപാട് സിനിമകൾ, അരവിന്ദൻ്റെ അതിഥികൾ, പിന്നെ തമിഴ്, തെലുങ്ക്, അങ്ങനെ പല പല സിനിമകളിലേക്കൊക്കെ പോയി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു സീരീസിൻ്റെ റിലീസിന് കാത്തിരിക്കുകയാണ് അടുത്ത ദിവസം. എന്താണത്? പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ആവുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ അത് നാളെ മുതൽ 5-ാം തീയതി മുതൽ സ്ട്രീം ആവും. എനിക്കൊന്ന് ഇന്ന് രാത്രി മുതൽ 4-ാം തീയതി രാത്രി മുതലാവും. അപ്പോൾ അതാണ് ഇപ്പോൾ അടുത്ത റിലീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രിവ്യൂ ഷോയും പ്രസ് മീറ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ നിഖില പലപ്പോഴും ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നു, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, അങ്ങനെ വളരെ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഒക്കെ, എന്നിട്ട് പിന്നീട് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അഭിനേത്രി കൂടിയാണ്, ഒരു യുവതാരം എന്ന തരത്തിലേക്ക്. ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് തോന്നുന്നു സ്ത്രീധനത്തെക്കുറിച്ച്, അത് ഈ റിലീസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ളൊരു വാർത്താ സമ്മേളനത്തിലാണ് അല്ലേ, സ്ത്രീധനം എന്നൊക്കെയുള്ളത് അത് എത്രത്തോളം വലിയ വിപത്താണ്, വിവാഹം അത് ആവശ്യമുള്ള കാര്യമാണോ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അത്ര ബോൾഡായിട്ട് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? പലപ്പോഴും വിവാദം, നമുക്കറിയാം ഇപ്പോൾ ഈ സൈബർ ആക്രമണം രൂക്ഷമാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമൊന്നും ആകണ്ട, അടുത്ത നിമിഷം തന്നെ തുടങ്ങുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിഖില ഇത്തരം കാര്യങ്ങളെയൊക്കെ കാണുന്നത്? ഇല്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഒരിക്കലും എൻ്റെ അഭിപ്രായം ആരോടും ഫോളോ ചെയ്യാൻ പറയാറില്ല. ഞാൻ എപ്പോഴും ആൾക്കാരുടെ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ ഇപ്പം ഈ പറയുന്ന പോലെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കാര്യം ഈ നമുക്ക് സമൂഹത്തിന് നല്ലതല്ല. പക്ഷെ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കണം എന്നുള്ള ഒരാളുടെ തീരുമാനം എന്ന് പറയുന്നത് അത് അയാളുടെ ചോയ്സാണ്. കല്യാണം കഴിക്കണോ, അയാൾക്കൊരു ലൈഫ് പാർട്ട്ണർ വേണോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫോഴ്സ്ഡായിട്ട് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്കിഷ്ടമില്ല, വേറൊരാൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കത് ചെയ്യാം, ഇഷ്ടമില്ലാത്ത ആളത് ചെയ്യണ്ട എന്നുള്ള ഒപ്പീനിയൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആൾക്കാരുടെ ചോയ്സിനെ മാറ്റർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് പറയുന്നതിൽ ഇപ്പം എൻ്റെ ചോയ്സോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളോ ഞാൻ പറയുന്നതിൽ ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല അത് ഫോളോ ചെയ്യാൻ. ഈ പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതിനെതിരെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും നിങ്ങളുടെ ലൈഫിനെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ നടക്കേണ്ട. അതേപോലെ തന്നെ എനിക്ക് സ്ത്രീധനം വേണം എന്നാലും വിവാഹം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതൊക്കെ എല്ലാവർക്കും നമുക്ക് ഭരണഘടനയുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് മൗലികാവകാശങ്ങളുണ്ട്, അതിലൊക്കെ ഉള്ള കാര്യമാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ ആ പറയുന്ന കാര്യമാണ് എനിക്കുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, എൻ്റെ അഭിപ്രായത്തെ നിങ്ങളും ചോദ്യം ചെയ്യാതിരിക്കുന്നിടത്തോളം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന സിനിമാ പ്രോജക്റ്റ് എന്താണ്? ഇനിയിപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പൂജ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉടനെ തുടങ്ങും. പിന്നെ വേറൊരു സീരീസ് പ്ലാൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ പേരിലൂർ പ്രീമിയർ ലീഗ് റിലീസിനുണ്ട്. കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞൊരു പടം റിലീസ്. ഓക്കെ, ജാതി ജാതകം റിലീസ്, ഞങ്ങൾ കുറച്ച് പടങ്ങൾ റിലീസ്. ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ നിഖിലേക്ക് കാണാൻ പറ്റും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കാക്കനാട് സ്റ്റുഡിയോയിലെ ഫ്ലോറിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന് TTS സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. നിഖിലെ പോലൊരു യുവതാരം, ബോൾഡായി അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തി, ഒരു പൗരൻ അല്ലേ, അങ്ങനെ ഒരാളെ ഇത്തരം ഒരു പരിപാടിക്ക് കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ വെഞ്ചേഴ്സ്. താങ്ക് യു. 24-ന്റെ TTS സ്റ്റുഡിയോ ഉദ്ഘാടനം കലോത്സവ നഗരിയിൽ സിനിമാ താരം നിഖില വിമൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഒപ്പം തൻ്റെ അഭിപ്രായങ്ങളും ഓർമ്മകളുമൊക്കെ നിഖില പങ്കുവയ്ക്കുകയും ചെയ്തു.